VHF ആൻറ്റനകൾക്കുള്ള ഒരു ആൻറ്റന റൊട്ടേറ്റർ ഉണ്ടാക്കുന്ന പ്രോജക്റ്റിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഞാൻ ഈ റാസ്ബെറി പൈ പൈക്കോ നീമ 17 സ്റ്റെപ്പർ മോട്ടർ എന്നിവ ഉപയോഗിക്കാനുള്ള ഒരു തീരുമാനമെടുത്തത്. റാസ്ബെറി പൈ പൈക്കോ എന്ന് പറയുന്നത് റാസ്ബെറി കുടുംബത്തിൽപ്പെട്ട ഒരു മൈക്രോ കൺട്രോളറാണ്. സാധാരണ നമ്മൾ പറയുന്ന റാസ്ബെറി പൈ ഒരു കമ്പ്യൂട്ടറാണ്, സിംഗിൾ ബോർഡ് കമ്പ്യൂട്ടറാണ്. പക്ഷേ റാസ്ബെറി പൈ പൈക്കോ ഒരു മൈക്രോ കൺട്രോളറാണ്. അത് വളരെ പവർഫുള്ളാണ്. നമ്മുടെ ആർഡിനോ നാനോനെക്കാട്ടൊക്കെ കൂടുതൽ പവർഫുള്ളായിട്ടുള്ള മൈക്രോ കൺട്രോളറാണ്. കുറച്ചുകൂടെ വിലയുണ്ട്. അത് വെച്ചിട്ട് സ്റ്റെപ്പർ മോട്ടർ ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഒരു ഡ്രൈവർ വേണം. അത് A4988 ഡ്രൈവറാണ് ഉപയോഗിക്കാവുന്നത്. റാസ്ബെറി പൈ പൈക്കോ വെച്ചിട്ട് നേരെ സ്റ്റെപ്പർ മോട്ടർ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള കറണ്ട് ഇതൊന്നും വരില്ല. അപ്പോൾ സാധാരണ മൈക്രോ കൺട്രോളറൊക്കെ വെച്ചിട്ട് കൂടുതൽ കറണ്ട് വേണ്ട ഉപകരണങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് ഒരു ഡ്രൈവർ വെച്ചിട്ടാവും, അല്ലെങ്കിൽ റിലേ വെച്ചിട്ടായിരിക്കും. സ്റ്റെപ്പർ മോട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ DC മോട്ടർ പോലല്ല, സ്റ്റെപ്പായിട്ടാണ് അത് കറങ്ങിക്കൊണ്ടിരിക്കുക, ഒരു കണ്ടിന്യൂസ് റവല്യൂഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പൊസിഷൻ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ് അനുസരിച്ചിട്ടാണ്, ഡിജിറ്റൽ സിഗ്നൽ അനുസരിച്ചിട്ടാണ് അത് കറങ്ങുക. അപ്പോൾ അത് ഏത് ഡയറക്ഷനിൽ എത്തി എന്ന് അറിയാൻ വേറൊരു സെൻസർ വെക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ പലരും ആൻറ്റന റൊട്ടേറ്റർ, വൈപ്പർ മോട്ടറൊക്കെ വെച്ചിട്ടുണ്ടാക്കും. വൈപ്പറിൻ്റെ മോട്ടറൊക്കെ വെച്ചാകുമ്പോൾ അതിന് സെൻസറോ ഒന്നും ഇല്ലെങ്കിൽ ഡയറക്ഷൻ അറിയാൻ പറ്റില്ല. അപ്പോൾ നോർത്ത് ഈസ്റ്റിലെത്തി അല്ലെങ്കിൽ എത്ര ഡിഗ്രിയാണ് നിൽക്കുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ കൺട്രോളിൽ അറിയണമെങ്കിൽ അത് പറ്റില്ല, സെൻസർ വേണം. അപ്പോൾ ഇതിന് സെൻസർ ആവശ്യമില്ല, കാരണം പ്രോഗ്രാമിൽ നിന്ന് എങ്ങനെയാണ് കൊടുത്തു വെച്ചാൽ അതുപോലെ തന്നെ അത് റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അതാണ് സ്റ്റെപ്പർ മോട്ടർ. A4988 സ്റ്റെപ്പർ മോട്ടർ ഡ്രൈവർ ഹീറ്റ് സിങ്ക് ഇല്ലാണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 1 ആമ്പിയർ കറണ്ട് വരെ എടുക്കും. ഹീറ്റ് സിങ്ക്, നല്ല ഹീറ്റ് സിങ്കും ഫോഴ്സ്ഡ് എയർ സർക്കുലേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ എടുക്കും. 2 ആമ്പിയർ ഒരു കോയിലിൽ വെച്ചിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഇതിന് വൈഡ് റേഞ്ച് ഓഫ് സപ്ലൈ വോൾട്ടേജ് കൊടുക്കാം. പിന്നെ പല പ്രോഗ്രാംസ് ഉണ്ട്, ചെറിയ സ്റ്റെപ്പ് മുതൽ വലിയ സ്റ്റെപ്പ് വരെ പ്രോഗ്രാം ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ നീമ 17 സ്റ്റെപ്പർ മോട്ടർ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഫേസ് പ്ലേറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സൈഡ് 1.7 ഇഞ്ചാണ്. അങ്ങനെയാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ. നീമ 17 മോട്ടർ സ്റ്റെപ്പർ മോട്ടർ ശരിക്കും വർക്ക് ചെയ്യണമെന്ന് അറിയാനുള്ള ഒരു ലളിതമായ വഴിയാണിത്. റിവേഴ്സാണെന്ന് മാത്രം. അതായത് ഒരു LED അതിലേക്ക് കണക്ട് ചെയ്തിട്ട് മോട്ടർ തിരിച്ച് വെക്കുക. കൈകൊണ്ട് തിരിക്കുമ്പോൾ മോട്ടർ ഡൈനാമോ പോലെ ആയില്ലേ, അപ്പോൾ നമ്മൾ തിരിക്കണതിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് അതിന് തിരിച്ച് വോൾട്ടേജ് വരും. ബാറ്ററി ഒന്നും കണക്ട് ചെയ്യാണ്ട് തന്നെ LED കത്തും. അപ്പോൾ നമുക്ക് മനസ്സിലാവും സ്റ്റെപ്പർ മോട്ടർ വലിയ കുഴപ്പമില്ലയെന്ന്, ഫങ്ഷണലാണെന്ന്. സാധാരണ DC മോട്ടർ പോലെ സ്റ്റെപ്പർ മോട്ടറിലേക്ക് നമ്മൾ DC കൊടുത്താൽ വർക്ക് ചെയ്യില്ല കേട്ടോ. അതിന് ഈ പ്രോഗ്രാം വഴി ഡ്രൈവറൊക്കെ വെച്ച് കൊടുത്താലേ പറ്റുള്ളൂ. അതുകൊണ്ട് DC മോട്ടർ ടെസ്റ്റ് ചെയ്യണ പോലെ 12 വോൾട്ട് DC കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. അത് കാരണമാണ് വർക്കിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് LED വെച്ചിട്ട് അതിൻ്റെ റിവേഴ്സ് ഫങ്ഷൻ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നത് കാണിച്ചു തന്നത്. ഇത് അസംബിൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് റാസ്ബെറി പൈ പൈക്കോ. പിന്നെ സ്റ്റെപ്പർ മോട്ടറിലേക്കുള്ള ഡ്രൈവറൊക്കെ വെച്ച് ഒരു ബ്രെഡ് ബോർഡിൽ അസംബിൾ ചെയ്ത് വെച്ചാണ്. 7805 വോൾട്ടേജ് റെഗുലേറ്റർ IC ഉപയോഗിച്ചിട്ടാണ് 5 വോൾട്ട് പവർ സപ്ലൈ കൊടുത്തത്. സ്റ്റെപ്പർ മോട്ടറിന് അത് പോരാ, കുറച്ചുകൂടെ പവർഫുള്ളായിട്ടുള്ള പവർ സപ്ലൈ വേണം. അത് വേറെ കൊടുക്കും, മറ്റേ കൺട്രോൾ സർക്യൂട്ടിലേക്കാണ്. ഇതിന് കൊടുക്കുന്നത് 12 വോൾട്ടിൻ്റെ ഇതൊരു എമർജൻസി ലൈറ്റിൽ നിന്ന് കേടായിപ്പോയപ്പോൾ അതിനകത്ത് നിന്ന് എടുത്തൊരു ബാറ്ററിയാണ്. ബാറ്ററി കേടായിട്ടുണ്ടായിരുന്നില്ല. 12 വോൾട്ട് നല്ല ചാർജ് ചെയ്യുന്ന സീൽഡ് ലെഡ് ആസിഡ് ബാറ്ററി ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ബേസിക് സ്റ്റെപ്പർ മോട്ടോർ കോഡ് ആദ്യത്തെ ഒരു ട്രയലിനുള്ളത് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് തോണി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്, അത് വെച്ചിട്ടാണ് റാസ്ബെറി പൈ പൈക്കോ പ്രോഗ്രാം ചെയ്യുന്നത്. അത് ലാപ്ടോപ്പിലെടുത്ത് അതിലേക്ക് നമ്മൾ ആ കോഡ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റൺ ചെയ്യിക്കാൻ പറ്റും.